സംഭവം എന്താണെന്ന് ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. വേറൊന്നുമില്ല കേട്ടാ, നമ്മുടെ ചുണ്ടയ്ക്കയാണ്. പണ്ട് ഇതിനെപ്പറ്റി ഒരു ചൊല്ലുണ്ട്. എന്താണ്? ചുണ്ടയ്ക്ക് കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്നു. അങ്ങനെ ഇതിനെ പിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ പോയി വീഡിയോ എടുത്തത്. ആ പിച്ചെടുത്തതെല്ലാം കൂടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനെ കണ്ടിട്ട് കൊച്ചു മുന്തിരിങ്ങേര സൈസ്. പക്ഷേ ഇതെല്ലാം ഇറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇതിനെ കണ്ടപ്പം ഗ്രീൻ പീസ് അതിനെ പോലെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് തല്ലി ചതച്ചിട്ട് വേണം 1.5 മണിക്കൂർ വെള്ളത്തിട്ടിട്ട് വേണം പാചകം ചെയ്യാൻ. ഇതിനെ കറ പോവാൻ. ഇതാ കണ്ടില്ല, എന്നെ കഴുകി വൃത്തിയാക്കി. എൻ്റെ പൊന്നേ, വീട് പാല് വെച്ചപ്പോൾ ഒരു കല്ല് മേടിക്കാൻ പറഞ്ഞപ്പം എൻ്റെ ഭർത്താവ് മേടിച്ചതാണ്. ഇതിനെ ഒരു കൈ കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം. 2 കൈ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഞാൻ എന്താ ഒരു കൈ കൊണ്ടെടുത്ത്. എൻ്റെ മോനെ എക്സർസൈസ് ചെയ്യണമെങ്കിൽ ഒരു കൈ കൊണ്ടെടുത്ത് ഇതാക്കാം. അങ്ങനെ ഞാൻ ഇതിനെ 2 തല്ലിയിട്ട് അതിൻ്റെ കുരു കുറേ ഉണ്ട്, ഇഷ്ടംപോലെ കുരുവുണ്ട്. അതിനെ കഴുകി വൃത്തിയാക്കിയിരുന്ന കല്ലിൻ്റെ ചുവട് മൊത്തവും വൃത്തികേടാക്കി. വൃത്തിയാക്കുന്നത് നീയേ, വൃത്തികേടാക്കുന്നത് നീയേ എന്ന് പറഞ്ഞ കണക്ക് കിട്ടിയ പാത്രത്തിൽ ഇതെല്ലാം കൂടെ തല്ലി ചതച്ചിട്ട് പിന്നെ കഴുകി ഒരു 100,000 പ്രാവശ്യമെങ്കിലും കഴുകി കാണുന്നതാ. കണ്ടില്ലേ അവസ്ഥ? അത് ഞാൻ തന്നെ വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയാക്കി ഇതാ ഈ പരുവാക്കി എടുത്ത്. ഇനി ഇതിനെ 1.5 മണിക്കൂർ വെള്ളത്തിട്ട് വച്ചു. അതിൻ്റെ കറ പോയി നമ്മൾ കയ്പ്പ് മാറാൻ. അങ്ങനെ ദേ ഇതെല്ലാം കഴിഞ്ഞ് അതിനെ വീണ്ടും എടുത്തിട്ട് കഴുകി കൊച്ചിനെ ഇല്ലാതായെന്ന് പറഞ്ഞ കണക്ക് വൃത്തിയാക്കി ദേ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിന് മുമ്പേ 1.5 സവാള എടുത്ത് വെച്ച് അരിഞ്ഞിട്ട്, സവാളയോ കൊച്ചുള്ളി ഇട്ടാൽ മതി, നല്ല ടേസ്റ്റിന് നല്ലതാണ്, എന്തായാലും കൊള്ളാം. പിന്നെ കടുക് വറുത്ത്, കരിയപ്പല ഇല്ലാതെ കടുക് കിടന്ന് പൊട്ടുന്നു. അത് കഴിഞ്ഞ് ഇതെടുത്ത് അതിലിട്ട് പിന്നെ കുറച്ച് നേരം വഴട്ടിയിട്ട് ഒന്ന് മൂടി വെച്ച്. അതിന് ശേഷം കിഴങ്ങ് കൂട്ടാൻ കിട്ടി, അത് വെച്ച്. അപ്പോഴേക്കും ഒരു വാള കിട്ടി. അതിനെ ഇനി പൊരിക്കണോ കറി വയ്ക്കണോ എന്ന് ആലോചിച്ചപ്പോൾ വേണ്ട, കറി വെച്ചേക്കാം. പിന്നെ അതിനെ എടുത്ത് വെച്ച് അതിൻ്റെ ചുണ്ണാമ്പ് വാളയാണ്, ചുണ്ണാമ്പ് കളഞ്ഞ് വൃത്തിയാക്കി. അപ്പോഴേക്കും ഇതൊന്ന് വഴട്ടി വന്ന് കളറ് മാറി വന്നു. അതിലേക്ക് പിന്നെ അരപ്പ് ചേർക്കണമല്ലോ. സാധാരണ തേങ്ങയും ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാൽ. പിന്നെ അല്ലാതെ തോരത്തിന് അരപ്പ് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം. ഞാനതാണ് ചേർക്കണത്. അപ്പോൾ ദേ ഈ ഒരു കളറായിട്ടിരിക്കും. പിന്നെ ഇതിനെ ഒന്ന് വേവിക്കണം, മൂടി വെച്ചിട്ട് മീനൊന്ന് കണ്ടിച്ച് വൃത്തിയാക്കി മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ടെടുത്ത്. അപ്പോഴേക്കും നമ്മുടെ കപ്പ കറിയായി. അങ്ങനെ അത് കഴിഞ്ഞ് ഈ തോരനും കൂട്ടി ഞങ്ങൾ ഊണ് കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.